നമസ്കാരം പ്രിയപ്പെട്ടവരെ, 250 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ, അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നാഗസന്യാസിമാരുടെ ഒരു മഹാകുംഭമേള നടക്കാൻ പോകുന്നു. ജനുവരി 18 മുതൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു മഹാകുംഭമേളയാണ് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ഒരു കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വേട്ടാവളിയൻ കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള സന്യാസി എന്ന് പോലും ഇവന്മാരൊന്നും വിളിക്കാൻ കൊള്ളില്ല, അത്തരം ഒരു സാധനം വന്നിട്ട് ഒരു പ്രസ്താവന നടത്തിയല്ലേ. അത്തരം ഒരു പ്രസ്താവന ഈ വേട്ടാവളിയൻ നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കുംഭമേളയ്ക്ക് കുറച്ച് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിങ്ങളെ പറയണം. കാരണം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ ഈ കുംഭമേളയ്ക്ക് അനുമതി നൽകുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇതിനെതിരാണ് എന്ന രീതിയിൽ ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികളുടെ മനസ്സിലേക്ക് പച്ചയ്ക്ക് വർഗീയത കുത്താൻ നോക്കിയിട്ടുള്ള ഈ ഒരു വേട്ടാവളിയന് അതേ സമുദായത്തിൽ ജനിച്ച ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു സഹോദരൻ കൊടുക്കുന്ന ഒരു മറുപടി നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങോട്ടൊന്ന് വെട്ടിച്ചുരുക്കുകയാണ്. അപ്പോൾ ഈ വേട്ടാവളിയൻ സന്യാസി പറഞ്ഞെന്താണ്, ഇതൊരുത്തൻ്റെയും ബാപ്പയുടെ വകയല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുതന്നെയാണ് നമുക്ക് തിരിച്ചങ്ങോട്ട് പറയാനുള്ളത്, ഇതൊരുത്തൻ്റെയും തന്തയുടെ വകയല്ല. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. കാരണം 250 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഓർമ്മ പോലുമില്ല ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ വരുന്ന സന്യാസിമാർ ഏത് കോലത്തിലാണ്, ഏത് വേഷത്തിലാണ് വരുന്നതെന്നുള്ളതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മൾ വടക്കേന്ത്യയിലോട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിൽ വരുന്ന ആൾക്കാർ അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്തിന് ഒരു കൾച്ചറുണ്ട്, നമ്മുടെ രാജ്യത്തിന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിനൊക്കെ വിപരീതമായിട്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പം ഇവരുടെ ഒരു വേഷവിധാനമൊക്കെ വരുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ അവരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ കയറി കത്തിവെക്കാൻ വരുമ്പോഴത്തേക്ക് അത് പറയുന്നവനെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് നമ്മൾ പറയും. സംഘപരിവാറിന്റെ സ്പോൺസേഡ് ആയിട്ടുള്ള ഇതുപോലുള്ള സമൂഹ വിരുദ്ധന്മാരായിട്ടുള്ള ബുദ്ധി ലശേഷമില്ലാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ഇതുപോലുള്ള വേട്ടാവളിയന്മാരെ കുറിച്ചിട്ട് നമ്മൾ 100 വട്ടം പറഞ്ഞു പിടിക്കുക. എന്തായാലും ഈ ഹൈന്ദവ സഹോദരൻ കൊടുക്കുന്ന മറുപടിയും ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ആളുകൾ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ, അവസാനം വരെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അനുവാദത്തോടുകൂടി വരുന്നതല്ല എന്ന് പറഞ്ഞതുപോലെ ഒരുത്തന്റെ അനുവാദം വേണ്ട ഇവിടെ കുംഭമേള നടക്കാൻ. നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും. ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. അവർ ചിലർ തുണി ഉടുക്കും, ചിലർ ഉടുക്കാതിരിക്കും. ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നത് കാണട്ടെ. അത് ശരി, അവര് തുണി ഉടുക്കും ഉടുക്കാതിരിക്കും, ആരെ തടസ്സപ്പെടുന്നു നോക്കട്ടെ എന്നുള്ളത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയാണല്ലോ അല്ലെ. തുണി ഊരിയിട്ടുള്ള എന്ത് വിശ്വാസമാണ് നമ്മളെ ഈ ഒരു, ഞാൻ ഹൈന്ദവനാണ്, എനിക്കറിയില്ല. തുണി ഉരിഞ്ഞുകൊണ്ടുള്ള വിശ്വാസം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. തുണി ഉരിഞ്ഞു വരും, ഉരിയാതെ വരും, അതൊക്കെയാണ് നമ്മളെ പോലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട്. ഒരു ഹൈന്ദവനായി ഞാനാ പറഞ്ഞത്, ഇസ്ലാം അല്ല കേട്ടോ. ഞാൻ ചില ആളുകൾ ആ രീതിയിൽ എന്നെ ആക്കുന്നുണ്ട്. ഞാനൊരു ഇസ്ലാം അല്ല, ഞാനൊരു ഹൈന്ദവനാണ്. ഹൈന്ദവനായി ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മതവിശ്വാസങ്ങളോടും എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. തുണി, ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു, തുണി ഉരിഞ്ഞു വന്ന നിങ്ങൾക്ക് എന്താണെന്നുള്ളത്, ഇതൊക്കെ വെല്ലുവിളികളാണ്. ആ മനുഷ്യന്മാർക്ക്, ആ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് ഈ ഒരു കാര്യം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിപ്പോ പാലം കെട്ടി വന്നിരിക്കുന്ന നേരെ ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിലോട്ടാണ് അല്ലെ. അവിടെയുള്ള ആളുകളോടൊക്കെ ഞാൻ ചോദിച്ചു, അവർ പറയുന്നത് ഒരു വിശ്വാസപരമായ കാര്യമല്ലേ, നടക്കട്ടെ. ഈ പുഴ മലിനീകരണം, പിന്നെ അപ്പിയിട്ട് നടക്കുന്ന പരിപാടികൾ, ഇതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല കേട്ടോ, എനിക്ക് യോജിപ്പില്ല കേട്ടോ. അതിനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും. ഇതെന്ത് പരിപാടിയാണ്? ഇപ്പോഴത്തെ ഹിന്ദു ആരാണ്, എപ്പോഴാണ്, എന്താണ് അറിയുന്നൊക്കെ പറയാം. നിങ്ങൾ ആരാ ഞങ്ങളെ തലപ്പുറത്ത് കയറ്റി നിർത്തി? ഞങ്ങളെ തലപ്പുറത്ത് നിങ്ങൾ ആരും വന്നിരിക്കണ്ട. ഇതാണ് പ്രത്യേകത. ഹിന്ദുവിന്റെ കാര്യങ്ങൾ നോക്കാനാണ് RSSകാര്, BJPക്കാർ എന്നുള്ള ഒരു വൃത്തികെട്ട ഒരു പരിപാടി ഇവിടെ അടിച്ചിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടും അല്ലെങ്കിൽ മുസൽമാന്റെ നെഞ്ചത്തോട്ടും ആരും അങ്ങോട്ടും കൊണ്ടും കയറേണ്ട ആവശ്യമില്ല. ഇവിടെ ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും വല്ലാത്ത പൂതിയാട്ടോ. ഞാൻ ഏത് സർക്കാരാണെങ്കിലും ഹിന്ദുവിൽ പോലും പോകുമ്പോൾ എന്നാണ് അവസ്ഥ. അവിടെ പല ശില്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവനൊക്കെ പോയി അതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഭാരതപ്പുഴ ആരുടെയും അച്ഛന്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ അല്ല, ബാപ്പയുടെ തന്തയുടെ ഒന്നും വകയല്ല. പക്ഷെ സർക്കാരിന്റെ സംരക്ഷണ വലയത്തിൽപ്പെട്ട കാര്യമാണ്, സർക്കാരിന്റേതാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാരതപ്പുഴയിൽ പോയിട്ട് വീടുണ്ടാക്കി ജീവിച്ചുകൂടോ, അല്ലെങ്കിൽ റിസോർട്ട് ഉണ്ടാക്കിക്കൂടെ? അതാണ് ബോധമില്ലാത്ത കുറെ കാക്ഷായ വസ്ത്രം ധരിച്ച് കുഷ്ടത്തരം പറയുന്ന കുറെ ദുഷ്ടന്മാരുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ ആവുന്നത്. നമുക്ക് തീട്ടം വായിച്ച് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും മുതലെടുപ്പായിട്ട് എന്നുള്ളതാണ്. പിന്നെ പോലും പോകുമ്പോൾ എന്നാണ് അവസ്ഥ. അവിടെ പല ശില്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവനൊക്കെ പോയി അതാണ് നോക്കിക്കൊണ്ട് നിൽക്കേണ്ടത്. അത് ശരി, ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ നോക്കില്ലേ? അതൊക്കെ ഒരു കലാരൂപമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറയാനൊന്നും താങ്കൾക്ക് റൈറ്റ് ഇല്ല. ഇനി മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ വില കൽപ്പിക്കുന്നത് മനുഷ്യ ജീവനാണ് വില കൽപ്പിക്കുന്നത്, അല്ലാതെ ജാതിക്കോ മതത്തിനോട് പ്രസക്തി ഇല്ല. സാമൂഹ്യ അന്തരീക്ഷ സൗഹാർദ്ദത്തെ നിലനിർത്താൻ അത് ഉദ്യോഗുന്നുണ്ടെങ്കിൽ അത് നല്ലതെന്നാണ്. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ജനങ്ങളാണ്. ഒരു മുസ്ലിം കാക്ക എന്ത് തീവ്രവാദമാണ് ഈ പറയുന്നത്?
മനുഷ്യന്മാരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളുകൾ, സ്നേഹിക്കുന്ന ആളുകളെന്നൊക്കെ പറയാൻ പാടുന്നത്. ഇതൊന്നല്ല ഞങ്ങളെ സംഗീതേട്ടന്മാർ ആഗ്രഹിക്കുന്നത്. ഇനി ഈ ഒരു പാല നിർമ്മാണം ഉണ്ട്, ഈ പാലം നിർമ്മിച്ചല്ലോ, സൈഡ് ഫോട്ടോ ആണെന്നല്ലോ, വീഡിയോ ആണല്ലോ. ഈ പാലം നിർമ്മാണം ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊരു സമ്മേളനം അന്നൊരു നടത്തി, ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ നിന്ന് കുറച്ച് വാക്കുകളൊന്ന് കേട്ടോക്കി. അപ്രതീക്ഷിതമായിട്ട് അവിടെ മാഘമഹോത്സവത്തിന് എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിന്റെ യജ്ഞശാലയും അവിടേക്ക് ആളുകൾക്ക് സുഗമമായിട്ട് അവിടെ വരുന്ന തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും എത്തി തടയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഇത് താൽക്കാലിക ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയിൽ താൽക്കാലിക സംവിധാനങ്ങളല്ല അവിടെ ഒരുക്കേണ്ടത്. ദൃഢമായിട്ടുള്ള ബലമുള്ള സംവിധാനങ്ങൾ വേണം. ഈ ഒരു പാലം ഞാൻ നേരിട്ട് കണ്ടു, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും. അതിൽ ലക്ഷക്കണക്കിന് ആളുകളെ 2 ആഴ്ചത്തോളം താങ്ങാനുള്ള കഴിവുണ്ടോ എന്ന് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ ഓക്കെ ശരി, എന്നാൽ അപകടം പറ്റി കഴിഞ്ഞാൽ ആര് എന്ത് നൽകും? എന്ത് ഇൻഷുറൻസ് ആണ് നിങ്ങൾ അവിടെ ക്ലെയിം ചെയ്തിട്ടുള്ളത്? അവിടെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് ഈ മണപ്പുറത്തിന് തൊട്ട് മുമ്പാണ് ഒരു മുസ്ലിം വിഭാഗത്തിന്റെ സമ്മേളനം അവിടെ നടക്കുന്നത്. അറിയുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവാം. അതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭംഗിയായി നടന്നു പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. പരിപാടി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ പണിയെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ അവിടെ പരിപാടി നടത്തിയിരുന്നല്ലോ എന്നാണ് ആള് പറയുന്നത്. ഓക്കെ, ഒരു ദിവസം ഒരു ഈവനിങ്ങിൽ നടത്തിയ ഒരു പ്രോഗ്രാമിനെയാണ് ഇപ്പൊ ഇയാൾ പറയുന്നത് 2 ആഴ്ചത്തോളം നടക്കാൻ പോകുന്ന പ്രോഗ്രാം വെച്ച് കമ്പയർ ചെയ്യുന്നത്. ഇതും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്, പോലീസിന്റെ കയ്യിൽ നിന്നൊക്കെ കൃത്യമായിട്ട് പേപ്പർ വാങ്ങിയിട്ടാണ് നടത്തിയത്. നിങ്ങളുടെ കയ്യിൽ എന്ത് പേപ്പറാണ് ഉള്ളത്? നിങ്ങൾ എല്ലാവരും പറയുന്നത് ഒരു കൂടുതൽ മുസ്ലിമുള്ള സ്ഥലമാണ് മലപ്പുറം ഡിസ്ട്രിക്ട്. അതിലിപ്പോ ഞങ്ങളിവിടെ മലപ്പുറം തിരുനാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദുക്കള്, മുസ്ലിംസ്, ക്രിസ്ത്യാനി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ കഴിയുന്ന വ്യക്തികളാണ്. എടോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ വാക്കല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് വർഗീയപരമായ കാര്യങ്ങൾ പറ, അതല്ലേ ഇതിന്റെ ഒരു രസം. അല്ലെങ്കിൽ VK ബൈജുവിനെ പോലെയുള്ള ആളുകൾക്ക് വിഷം തുളുമ്പാൻ കഴിയില്ല. തിരുനാവായിലുള്ള ആളുകളാണ് ഈ പറയുന്നത്. പരിപാടി നടക്കണം എന്ന് തന്നെയാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഇനി മറ്റൊരു വ്യക്തി, ഇത് നിങ്ങൾ കേൾക്കണം കേട്ടോ. കുംഭമേള പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്ക് കാണാമല്ലോ. ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങൾ നാട്ടിൽ എന്റെ പേര് നാസറാണ്. അത് ഞങ്ങൾ ഇവരൊക്കെ നമ്മളെ സുഹൃത്താണ്. വരുന്നതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇതിന് വലിച്ചു വരുന്നത് ഞങ്ങൾ ആഗ്രഹം. സംഭവം എന്താ നമുക്ക് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. നമ്മളെ നാട്ടിനൊരു ഇങ്ങനൊക്കെ വരുമ്പോഴാണ് നാട്ടിനൊരു പേര് കിട്ടുള്ളൂ, ഒരു വികസനം എന്നൊക്കെ ഒരു സംഗതികളെ അറിയുള്ളൂ. എന്തായാലും കുംഭമേള വന്ന് നല്ല റായത്തോട് കൂടിയിട്ട് പരിപാടി ഉഷാറായിട്ട് പോട്ടെ. കുംഭമേള വന്ന് നല്ല റായത്തായിട്ട് പോട്ടെ, ഉഷാറായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കുംഭമേള കഴിഞ്ഞ് പോട്ടെ നമ്മൾ പറയും. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും വന്ന് സ്വാമിമാര് വന്ന് അവരെ കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോട് കൂടി നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ അവർ പോകണം, നല്ല റാത്തായിട്ട് പോകണം എന്ന് നമ്മളെ ഉദ്ദേശം. അല്ലാതെ റാത്തായി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രീതിയിൽ ഇസ്ലാമിൽ റാത്ത് ഈമാൻ എന്നൊക്കെ പറയും. നമ്മൾ ഈമാനോട് കൂടി പല ചടങ്ങുകൾ വെച്ച് പോകുക എന്നാണ് നമ്മളെ ഉദ്ദേശം. അത്രയ്ക്കും സന്തോഷമായിട്ട് പറ്റുന്നത്. അത്രയ്ക്ക് സന്തോഷമായിട്ടാണ് പരിപാടി. നമ്മളെ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സംഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കുംഭമേള നടക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ, അതാണ് നമുക്ക് വേണ്ടത്. എല്ലാം റാഹത്താവട്ടെ. എന്താണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ നിങ്ങൾക്ക് കാണാൻ കിട്ടുമോ? മലപ്പുറം ജില്ലയുടെ എല്ലാ ജില്ലയിലും ഉണ്ട് ഈ മതസൗഹാർദ്ദം. പറയുമ്പോൾ മലപ്പുറം ജില്ലയെ ചവിട്ടിത്താക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് അത് പറയേണ്ടി വരുന്ന പല വിഷമത്തോട് കൂടിയാന്നുള്ളതാ. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് കലി കേൾക്കാനും കാണാനുണ്ടല്ലോ. PC ജോർജ് ആണെങ്കിലും നടേശേട്ടനാണെന്നുണ്ടെങ്കിലും പിന്നെ BJPയുടെ മെയിൻ ആളുകൾക്കൊക്കെ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ കലിയാന്നുള്ളതാ. ആ കലിയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ അടിപൊളിയായിട്ടോടെ പോകുന്നത്. അതിന്റെ ഇടയിലേക്ക് കാവിച്ചാരടും കെട്ടി അങ്ങ് വന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റി. മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലെ ജനങ്ങളാണ് അത്. നിങ്ങൾ ഈ വർഗീയത പറയുന്ന മുസ്ലിങ്ങളിലെ അവരാ പറയുന്ന ഈ നാഗസ്വാമികളുടെ കുംഭമേള അവർ വന്ന് അവിടെ അവരുടെ കർമ്മങ്ങൾ നടത്തി റാഹത്തായിട്ട് സന്തോഷത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ അവർ തിരിച്ചു പോകട്ടെ എന്ന് പറയുന്നത് നീയൊക്കെ നേരത്തെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പച്ചയായിട്ടുള്ള മനുഷ്യരാ. കാരണം അവരുടെ മനസ്സിലൊന്നും ഒരിക്കലും ഈ വിദ്വേഷവും വെറുപ്പും ഒന്നും ഇല്ലടോ. നിന്നെപ്പോലുള്ള ചില വൃത്തികെട്ട നാറികൾ, കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള ചില ഊളകൾ, സംഘപരിവാറിന്റെ ഏജന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നീയൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ തമ്മി തല്ലിക്കാൻ നോക്കിയാൽ ഈ നാട്ടില് ഇതുപോലുള്ള പച്ചയായിട്ടുള്ള മനുഷ്യരില്ലേ, അവരൊരിക്കലും അതിന് കൂട്ടുനിൽക്കില്ല. മലപ്പുറം ജില്ലയിൽ ഈ കുംഭമേള നടക്കുമ്പോൾ അവിടെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാൻ മുൻപന്തിയിൽ വരുന്നത് അവിടുത്തെ ഈ മുസ്ലിം സഹോദരങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പം ഈ വൃത്തികെട്ട വിഷം വമിക്കുന്ന ഈ വിഷജീവികൾക്ക് ഒരു ഹൈന്ദവ സഹോദരനായിട്ടുള്ള നമ്മുടെ ഈ പ്രിയപ്പെട്ട ചങ്ങായി കൊടുത്ത ആ ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇവിടെ ഒരു ഹിന്ദുവിന്റെ മട്ടിപ്പേർ അവകാശം ഇവന്റെ ഒന്നും തലയിൽ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹിന്ദു സഹോദരങ്ങളും സഹോദരിമാരും അമ്മമാരും അച്ഛന്മാരൊക്കെ നിഷ്പക്ഷമായി ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇടയിലേക്ക് ഈ പച്ച വർഗീയതയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ മണ്ണിൽ വേരോടില്ല എന്ന് ഇതിനു മുമ്പും നീയൊക്കെ ഒരുപാട് അറിഞ്ഞതാണ്. ഇനി അഥവാ മനസ്സിലാകത്തില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ ഈ ജനസമൂഹം ഇനിയും റെഡിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.